Hello everyone. +1 ഇംഗ്ലീഷ് എക്സാം 2024 ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു പാസേജ് വായിക്കാൻ തന്നിട്ടുണ്ട്. It is not surprising that this astonishingly vital man, full of self-confidence and an unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. ഇങ്ങനെയാണ് പാസേജ്. ഹു ഈസ് റെഫർ ടു ആസ് ദ വൈറ്റൽ മാൻ. ഇവിടെ വൈറ്റൽ മാൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? ഏത് ചാപ്റ്ററിലെ പാസേജാണ്? ആൻഡ് ദെൻ ഗാന്ധി കെയിമിലെ പാസേജാണ് അല്ലേ? ഇവിടെ വൈറ്റൽ മാൻ, വൈറ്റൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള് എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് ആരെയാണ്? മഹാത്മാ ഗാന്ധിയാണ്. സോ ആൻസർ ഇസ് മഹാത്മാ ഗാന്ധി. ഹൗ ഡിഡ് ഹി ഫാസിനേറ്റ് ദ മാസസ് ഓഫ് ഇന്ത്യ? അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ അട്രാക്റ്റ് ചെയ്തത്? എങ്ങനെയാണ്? ഇവിടെ അതിൻ്റെ ആൻസറാണ് എ മാൻ ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ്. അവിടെ മുതൽ നമുക്ക് എഴുതാം. ഹി വാസ് എ മാൻ ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ആൻ അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ. ഹി സ്റ്റുഡ് ഫോർ ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ആൻഡ് ഹി ഫാസിനേറ്റഡ് മാസസ് ഓഫ് ഇന്ത്യ. അങ്ങനെയാണ് അദ്ദേഹം എല്ലാവരെയും അട്രാക്റ്റ് ചെയ്തത് അല്ലേ? അതായത് അദ്ദേഹം നല്ല സെൽഫ് കോൺഫിഡൻസും അതേപോലെ തന്നെ ഒരു പവർ, അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് പവറൊക്കെ ഉള്ള ഒരാളായിരുന്നു. അതേപോലെ ഇക്വാളിറ്റി, ഓരോ ആളുകളുടെയും ഫ്രീഡം, അതിനൊക്കെ വേണ്ടി നിന്ന ആളാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലെ ഒരുപാട് ജനങ്ങളെ അട്രാക്റ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. ഹി അട്രാക്റ്റഡ് ദം ലൈക്ക് എ ഡാഷ്. ഈസിയാണ്, ഡയറക്റ്റ് ആൻസറാണ് മാഗ്നറ്റ്. ഒരു കാന്തം പോലെ, മാഗ്നറ്റ് പോലെയാണ് അട്രാക്റ്റ് ചെയ്തത്. അടുത്ത നോക്കിയേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് ദ റൈറ്റ് ഓപ്ഷൻ ഫ്രം ദി ബ്രാക്കറ്റ്സ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 5 കിലോമീറ്റേഴ്സ് ഡാഷ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഈസ് ഓർ ആർ. എന്താണ് 5 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈസ് ആണോ ആർ ആണോ? ആൻസർ വരുന്നത് ഈസ് ആണ്. കാരണം 5 കിലോമീറ്റേഴ്സ് എന്ന് കാണുമ്പോൾ തന്നെ എല്ലാവരും കയറി ആർന്ന് എഴുതി തെറ്റിക്കുന്നൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണിത്. ശരിക്കും പറഞ്ഞാൽ 5 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആയിട്ട് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഒരു 5 കിലോമീറ്ററിൻ്റെ കാര്യം പറഞ്ഞേക്കണേ, അല്ലാണ്ട് 5, അതായത് 1, 2, 3 അങ്ങനെ 5 എണ്ണം അല്ല പറഞ്ഞേക്കണത്. ഒരു 5 കിലോമീറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. സോ അതുകൊണ്ട് 5 കിലോമീറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അവിടെ ഈസ് ആണ് എഴുതേണ്ടത്. 5 കിലോമീറ്റേഴ്സ് ഈസ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതേപോലെ തന്നെ 5 മൈൽസും 5 റുപ്പീസും എന്ത് തന്നാലും ഓർക്കുക, അത് ഈസ് ആണ് വരിക കേട്ടോ. അതൊറ്റ സിംഗിൾ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആയതുകൊണ്ട് ഈസ് ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്, ഓർക്കണം, മറന്നു പോകരുത്. അടുത്ത നോക്കിക്കേ, ഇഫ് ഐ ഹാഡ് ട്രൈഡ് അഗെയിൻ ഡാഷ്. ഇത് നമുക്ക് ഇഫ് ക്ലോസിൽ പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇതിലെന്താണെന്ന് നോക്കിയേ, ഇഫിൻ്റെ കൂടെ ഹാഡ് പ്ലസ് നോക്കിയേ ട്രൈഡ് എന്നുള്ളൊരു വാക്കും കൂടി വന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്താണ് ആൻസർ വരിക? ഇഫ് പ്ലസ് കുഡ് പ്ലസ് ഹാവ് പ്ലസ് സോൾവ്ഡ്. അത് V3 ആണ്. സോൾവ്ഡ് എന്ന് പറയുമ്പോൾ V3 കൂടെ വരണം. ഓക്കെ, ഇഫ് ഐ ഹാഡ് ട്രൈഡ് അഗൈൻ. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡിൻ്റെ കൂടെ V3 അല്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതണം? ഐ പ്ലസ് കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. കണ്ടോ, അത് 3 വന്നാണ് ആൻസർ വന്നെ. ഐ കുഡ് സോൾവ് വരില്ല, കാരണം അതിൽ എന്താ പറയുക, ഹാവും ഇല്ല V3യും ഇല്ല അല്ലേ. ഐ കുഡ് സോൾവ് എന്നേ ഉള്ളൂ. അപ്പോൾ അതല്ല. അടുത്തതാണ് ഐ കുഡ് ഹാവ് സോൾവ്. അത് 3 ഉണ്ടായില്ല. അടുത്തത് നോക്കിയേ, കുഡ് ഹാവ് സോൾവ് അത്രേ ഉള്ളൂ. അതുമല്ല, V3 വരണം. സോൾവ് എന്ന് പറഞ്ഞാൽ V1 ആയിട്ടുള്ളൂ. അപ്പോൾ സോൾവ്ഡ് ആണ് V3. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഐ കുഡ് ഹാവ് സോൾവ്ഡ് ദി പ്രോബ്ലം. താങ്ക് യു ഫോർ വാച്ചിങ്.